ഇന്ന് നമുക്ക് നമ്മുടെ പൂരി ലവേഴ്സിന് വേണ്ടി ഒരു വെറൈറ്റി പൂരി ആയാലും ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും ഇത് ഒരേപോലെ ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഇത് ഒരു വട്ടമെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്ന് നമ്മൾ ഒരേ രീതിയിലല്ലേ പൂരി തയ്യാറാക്കുന്നത്, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് ഉടച്ച് എടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അത് നിങ്ങൾ ഉടച്ച് തന്നെ എടുക്കുക. നല്ല സോഫ്റ്റായിട്ട് ഉള്ളൊരു ഇതായിട്ട് അത് കിട്ടണം. അപ്പം നിങ്ങൾ കൈ വെച്ചിട്ടോ അല്ലാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉടച്ച് ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ആയ മഞ്ഞൾപ്പൊടി, മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലെക്സും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടായാലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൽ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് കളറുള്ള മുളക് പൊടിയാണ്, അധികം എരിയില്ല, ഒരു രണ്ടുകൂടെ മിക്സാണ് ഇത്. അതിനുശേഷം നമ്മൾ ജീരകവും അതുപോലെ തന്നെ അജ്വൈനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ജീരകവും അജ്വൈനും ഒക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ മസാലയൊക്കെ അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും വേണമെങ്കിൽ ഒരു ശകലം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് റവ മതി, റവ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ ഗോതമ്പ് പൊടി വേണ്ടത് അത്രയും ഗോതമ്പ് പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ കുഴച്ച് ഇത് പരുവാകുമ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. ഇത് കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഇതാക്കണം. ഇതിൻ്റെ കുറച്ച് ലൂസായിപ്പോയി, അതുകൊണ്ട് പരത്താൻ നേരത്ത് കുറച്ച് പാടായിരുന്നു, ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഡൗ തയ്യാറാക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് തന്നെ കുഴച്ച് എടുക്കുക. അതിനുശേഷം നമ്മൾ പരത്തി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമ്മൾ നല്ല ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് പൂരി തയ്യാറാക്കി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒക്കെ ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.